24 മണിക്കൂറിന് മുകളിൽ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ. ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ സംഭവത്തിൽ വിഘടനവാദികൾക്കെതിരായ സൈനിക നടപടിയും രക്ഷാപ്രവർത്തനവും ഇന്നലെ രാത്രിയോടെ പൂർത്തിയായതായി പാകിസ്ഥാൻ അറിയിച്ചു. ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചതായും ട്രെയിനിലുണ്ടായിരുന്ന 21 യാത്രക്കാരും 4 സൈനികരും കൊല്ലപ്പെട്ടതായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ 31 പേരെ വധിച്ചതായും പാക് സൈന്യം അറിയിച്ചു. ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് അഹമ്മദ് ഷെരീഫ് ചൗധരി ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെയാണ് അറിയിച്ചത്. അതേസമയം 50 യാത്രക്കാരെ വധിച്ചതായി BLAയും പറഞ്ഞു. രക്ഷപ്പെടുത്തിയ യാത്രക്കാരെ മാച്ചി പട്ടണത്തിൽ നിന്നും ക്വറ്റയിലെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക ചികിത്സ നൽകി. उसके बाद हम पे फिर फायरिंग की गई है। तो जब उधर ब्लास्ट हुआ तो फिर अचानक ही कुछ लोग आ गए, उनके पास लॉन्चर भी थे, उसके बाद काफ़ी चीज़ें थी, गन्ने वगैरह थी. കൊല്ലപ്പെട്ട യാത്രക്കാർക്കും കുടുംബത്തിനും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അനുശോചനം അറിയിക്കുകയും ആക്രമണത്തിൽ അപലപിക്കുകയും ചെയ്തു. പിന്നിൽ രാജ്യത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയെന്ന് ആഭ്യന്തരമന്ത്രി നൗസീൻ നഖ്വി ആരോപിച്ചു. ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് 400ഓളം യാത്രക്കാരുമായി പോയ ട്രെയിനാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വെച്ച് കഴിഞ്ഞ ദിവസം BLA റാഞ്ചിയത്. ബോംബ് സ്ഫോടനം നടത്തി ട്രെയിൻ റാഞ്ചിയതിന്റെ ദൃശ്യങ്ങൾ BLA പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നതാണ് BLA മുന്നോട്ട് വച്ചിരുന്ന ഉപാധി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.